കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്രവും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും നൽകിയ ഉറപ്പ് പാഴായി. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ NIA കോടതിയിൽ എതിർത്തു. വാദം പൂർത്തിയാക്കിയ കോടതി നാളെ വിധി പറയും. കേന്ദ്രത്തിനും ബി.ജെ.പിക്കുമെതിരെ LDF, UDF MP-മാർ രംഗത്തെത്തി പ്രതികരണത്തിലേക്ക് ആദ്യം. പ്രധാനമന്ത്രി തന്ന ഉറപ്പാണ്. അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു വിവരമായിട്ട് വേണം കരുതാൻ വേണ്ടി. എന്താ കാരണം വെച്ചാല് പ്രോസിക്യൂഷൻ എതിർപ്പില്ല, ഒരു കാരണവശാലും സംസ്ഥാനം ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. സാക്ഷാൽ അമിത്ഷാ, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വിലയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു കേസ് കള്ളക്കേസാണെന്നും ഇതൊരു അനീതിയാണെന്നും ഇവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണെന്നും ഏവരും സമ്മതിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് എന്ത് ഒബ്ജക്ഷനാണ്, എന്ത് എതിർപ്പാണ് ഇതിനകത്ത് പ്രസക്തിയുള്ളത്? എന്തായാലും കോടതിയുടെ പക്കലിരിക്കുന്ന ഒരു കേസാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാളെ കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചൊരു പ്രധാനമന്ത്രി ഉറപ്പ് തന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ചെയ്തിട്ട് ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജാമ്യം ലഭിക്കേണ്ടതായ വിഷയങ്ങളിൽ പ്രോസിക്യൂഷൻ എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല എന്ന് ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ്. ഇതാണ് മറുവാദം. പ്രോസിക്യൂഷന്റെ എതിർപ്പ് സാങ്കേതികം മാത്രമാണ്, വാസ്തവം കോടതിയെ ബോധ്യപ്പെടുത്തിയെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. ഒരു സർക്കാരിന്റെ സ്വാഭാവിക നടപടി എന്ന നിലയിൽ, എന്നാൽ കേസിന്റെ ഇൻഗ്രീഡിയൻസിൽ ഇവർക്ക് ജാമ്യം കിട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രതിഭാഗത്തു നിന്നും ബോധ്യപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും കൃത്യമായിട്ട് പറഞ്ഞത് പ്രധാനമായിട്ടും ആ 2 സെക്ഷനുകളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ ഒന്നും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. പിന്നെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയർ മാത്രം അവിടെ കംപ്ലൈന്റ്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് അങ്ങേയറ്റം അപലപനീയമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ്. ഇപ്രകാരമുള്ള നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ലാതെ മറ്റെന്താണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ പ്രതിനിധികൾ അജീഷ് ജയകുമാർ ഒപ്പമാരുണ്ട്. ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇന്ന് 12 മിനിറ്റ് മാത്രമാണ് കോടതിയിൽ വന്നത്. പ്രോസിക്യൂഷൻ കേസ് ആദ്യ ഘട്ടത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ജാമ്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞതായിട്ടാണ് വാർത്ത വരുന്നത്. പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചു എന്നാണ് ഷോൺ ജോർജ് പറയാതെ പറയുന്നത്. ഷോൺ ജോർജിന്റെ വാക്കുകൾ ശരിയാവട്ടെ, അവർക്ക് ജാമ്യം കിട്ടട്ടെ. പക്ഷേ സാക്ഷാൽ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വാക്കുകൾ പാഴായോ എന്ന് സ്വാഭാവികമായി ആരും ചിന്തിക്കും. കേരളത്തിലെ MP-മാർക്ക് ശ്രീ അമിത്ഷാ ഉറപ്പ് കൊടുത്തു, സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കില്ലെന്ന്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തനിക്ക് ഉറപ്പ് തന്നു എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതിനുശേഷമാണ് ഇങ്ങനെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ വളരെ ഞെട്ടിക്കുന്ന സ്തോഭജനകമായ ഒരു വികാസമാണ്, ഒരു ഡെവലപ്മെന്റ് ആണ് ഉണ്ടായത്. എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ തികച്ചും ഞെട്ടലുണ്ടാകുന്ന കാര്യങ്ങളിൽ ഒന്നാണിത് എന്ന വിഷയത്തിൽ സംശയമില്ല.